താലിമാല കയ്യിലെടുത്തുകൊണ്ട് രുദ്രൻ പതുക്കെ മീരയുടെ കാതിലേക്ക് കുനിഞ്ഞു നിന്നു. ആളുകൾ കാണാത്ത വിധം അവൻ്റെ ശബ്ദം താഴ്ന്നു. പക്ഷെ അതിൽ ഇടിമുഴക്കത്തിൻ്റെ കാഠിന്യമുണ്ടായിരുന്നു. ഈ താലി കെട്ടുന്നത് മുതൽ നീ എൻ്റെ അടിമയായിരിക്കും. നീ ഓർത്തു വെച്ചോ മീര, എൻ്റെ മുന്നിൽ ശ്വാസമെടുക്കാൻ പോലും നിനക്ക് രുദ്രവർമ്മയുടെ അനുവാദം വേണ്ടിവരും. നിന്റെ ചേച്ചി തന്നെ അപമാനത്തിന് ഓരോ നിമിഷവും നീ ഇവിടെ നീറി നീറി ജീവിക്കും. അവൻ്റെ ആ വാക്കുകൾ കേട്ട് മീരയുടെ ശരീരം വിറച്ചുപോയി. അവളുടെ കാഴ്ചകൾ കണ്ണീരിൽ മങ്ങി. പുരോഹിതൻ താലി കെട്ടാൻ ആവശ്യപ്പെട്ടതും രുദ്രൻ കൈകൾ അവളുടെ കഴുത്തിലേക്ക് നീണ്ടു. ഓം മംഗളം ഭഗവാനു വിഷ്ണു എന്ന മന്ത്രങ്ങളുടെ നാദസ്വരത്തിൻ്റെയും അകമ്പടിയോടെ രുദ്രൻ അവളുടെ കഴുത്തിൽ ആ താലി ചാർത്തി. ആ നിമിഷം മീര തൻ്റെ വിതയ്ക്ക് കീഴടങ്ങുകയായിരുന്നു. നിറഞ്ഞൊഴുകിയ കണ്ണീർ അവളുടെ മാറിലെ താലിയിലേക്കാണ് ഇറ്റുവീണതും. അഗ്നിയെ സാക്ഷിയാക്കി ജനക്കൂട്ടത്തിൻ്റെ പരിഹാസങ്ങൾക്കും കുത്തുവാക്കുകൾക്കും ദയനീയ കാഴ്ചകൾക്കും നടുവിൽ അവൾ നിന്ന് ആ താലിയെ സ്വീകരിച്ചു. അവളുടെ മനസ്സ് അപ്പോഴും പൂർണ്ണമായും ശൂന്യമായി കഴിഞ്ഞിരുന്നു. താലിക്കെട്ടിന് ശേഷം രുദ്രൻ അവളുടെ കൈ പിടിച്ചു. ഹോമകുണ്ടത്തിനു ചുറ്റും 7 തവണ വലയം വെച്ചു. അപ്പോഴേക്കും അവൻ്റെ പിടിയിൽ മീരയുടെ വേദനിക്കുന്ന കൈകൾ ചതഞ്ഞമരുന്നുണ്ടായിരുന്നു. പക്ഷെ ആ വേദനയേക്കാൾ അവളുടെ നെഞ്ചിൽ നീറിപ്പുകഞ്ഞത് സ്വന്തം കുടുംബത്തിൻ്റെയും അച്ഛൻ്റെയും അവസ്ഥയോർത്തുള്ള സങ്കടമായിരുന്നു. താൻ ഇനി ചെമ്പകശ്ശേരി മീരയല്ല, മറിച്ച് രുദ്രവർമ്മയുടെ തടവറയിലെ ഒരു വെറും അടിമ മാത്രമാണെന്ന് നഗ്നമായ സത്യം അവൾ തിരിച്ചറിഞ്ഞു. മണ്ഡപത്തിൻ്റെ പടികൾ ഇറങ്ങുമ്പോൾ മീരയുടെ കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. കാലിലെ മുറിവ് കാരണം അവളുടെ കണ്ണുനീർ വീണ്ടും കൂടി. നെഞ്ചിൽ ആളിക്കത്തുന്ന സങ്കടവും ഭയവും കണ്ണീരായി കൺകോണിൽ വീണ്ടും തങ്ങി നിന്നു. പെട്ടെന്നാണ് അവളുടെ പ്രിയ സുഹൃത്ത് കാർത്തിക അവളുടെ മുന്നിലേക്ക് വന്നത്. അവളുടെ മുഖത്തെ ദേഷ്യവും വിഷമവും ഒരുപോലെ നീലിച്ചിരുന്നു. എന്താടി മീര ഇതെല്ലാം? ആ കാലനെ തന്നെ വേണമായിരുന്നോ നിനക്ക് കല്യാണം കഴിക്കാൻ? കാർത്തികയുടെ ചോദ്യവും സങ്കടവും ഇരമ്പിയാർത്തു. മീര ഒന്നും മുറിയടാനാവാതെ തല താഴ്ത്തി നിന്നു. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ നിന്റെ ചേച്ചിക്ക് മറ്റൊരു പ്രണയമുണ്ടെന്ന്. അവൾ രുദ്രനെ പറ്റിക്കുകയാണെന്ന്. അന്ന് നീ എന്തൊക്കെയാ വിളിച്ചു കൂവിയത്? ചേച്ചി അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുകയായിരുന്നല്ലോ നീ. ഇപ്പോൾ എന്തായി നിന്റെ അവസ്ഥ? കാർത്തിയുടെ വാക്കുകൾ മീരയുടെ നെഞ്ചിൽ തുളച്ചു കയറി. പെട്ടെന്നാണ് ആ അന്തരീക്ഷത്തെ കീറിമുറിച്ചുകൊണ്ട് ഒരു ഗർജനം അവിടെ കേട്ടത്. നീ ഏതാടി കൊച്ചേ? രുദ്രനാണ്. അവൻ്റെ വരവ് കണ്ട മീര ഭയത്തോടെ പിന്നോട്ടൊന്ന് മാറി. നിന്നോട് എന്താടി ഇവൾ പറഞ്ഞു കൂട്ടുന്നത്? ഇവളേതാടി മീര? ദേഷ്യം നിയന്ത്രിക്കാനാവാതെ അവൻ മീരയ്ക്ക് നേരെ തിരിഞ്ഞു. പരിഭ്രമം കാരണം അവളുടെ പേര് പോലും അവൻ തെറ്റിച്ചാണ് വിളിച്ചതും. മീരയുടെ മുഖത്തെ ഭയവും വിളർച്ചയും കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭാവമാറ്റമുണ്ടായി. എങ്കിലും അത് പുറത്തു കാണിക്കാതെ അവൻ തൻ്റെ ചുണ്ടുകളെ ഒരു ക്രൂരമായ പരിഹാസച്ചിരി വരുത്തി. നിന്റെ ചേച്ചി ഓടിപ്പോവാൻ പ്ലാൻ ഇട്ടതുപോലെ ഇവളും നിനക്ക് ഓടിപ്പോകാനുള്ള പുതിയ വിദ്യകളൊക്കെ പറഞ്ഞു തരികയാണോടി? രുദ്രൻ വാക്കുകൾ മൂർച്ചയുള്ളത് വാളുപോലെ മീരയുടെ ഹൃദയത്തിൽ തറച്ചു കയറി. കഴുത്തിലെ പുതിയ താലിയുടെ ഭാരം അവൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായി ആ നിമിഷം. പോകാം, വാ. രുദ്രൻ ഒട്ടും ദഴയില്ലാതെ അവളുടെ കൈതണ്ടിൽ പിടിച്ചു കാറിലേക്ക് വലിച്ചിഴിച്ചു. മുൻസീറ്റിലേക്ക് അവളെ തള്ളി അവൻ വാതിൽ ശക്തിയായി വലിച്ചടിച്ചു. വണ്ടി മുന്നോട്ടേക്ക് കുതിച്ചു. കാറിൻ്റെ ഇരമ്പലിനൊപ്പം മീരയുടെ ഏങ്ങലടികളും ആ ഇരുട്ടിൽ ലയിച്ചു. അവളുടെ തകർന്ന മുഖം കണ്ടപ്പോൾ രുദ്രൻ്റെ ചുണ്ടിൽ വീണ്ടും പരിഹാസച്ചിരി വിരിഞ്ഞു. തുടങ്ങുന്നതിന് മുമ്പ് കരയല്ലേ മീര നീ. നിന്റെ ഈ കണ്ണുനീർ എനിക്ക് വെറും ടൈം പാസ് മാത്രമാണ്. അത് കണ്ട് എനിക്ക് മടുത്തു തുടങ്ങി. മീര തൻ്റെ ചുണ്ടുകൾ അമർത്തി കടിച്ചു. കരച്ചിലടക്കാൻ അവൾക്ക് പരമാവധി ശ്രമിച്ചു നിന്നു. പല്ലുകൾ ചുണ്ടിൽ ആഴ്ന്നിറങ്ങി രക്തം പൊടിഞ്ഞു. കാർ ഓടിക്കുന്നതിനിടയിൽ അവളുടെ വേദന അവൻ ആസ്വദിക്കുകയാണ്. പെട്ടെന്നാണ് അവൻ്റെ ചിന്തകളിലേക്ക് ഹിരണിയുടെ വാക്കുകൾ കടന്നു വന്നത്. എനിക്കെൻ്റെ അനിയത്തിയെ ഒരുപാട് ഇഷ്ടമാണ് രുദ്ര. രുദ്ര അവളെ നന്നായി നോക്കണം കേട്ടോ. ആ നിഷ്കളങ്കമായ മുഖവും വാക്കുകളും ഓർമ്മയിൽ വന്നതും രുദ്രൻ നിയന്ത്രണം നഷ്ടമായി. അവൻ്റെ ശ്രദ്ധയൊന്ന് പാളി. നിയന്ത്രണം വിട്ട കാർ റോഡിൽ കിടക്കുന്ന വലിയൊരു കാറിലേക്ക് പാഞ്ഞു കയറാൻ തുടങ്ങി. രുദ്രൻ പെട്ടെന്ന് സമനില വീണ്ടെടുത്തു. ഞൊടിയിടയിൽ അവൻ സ്റ്റിയറിംഗ് വെട്ടിച്ചു.
വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് അവൻ തല നേരാലേക്ക് രക്ഷപ്പെട്ടതും. നെഞ്ചിടിപ്പോടെ വണ്ടി ഒതുക്കി നിർത്തി അവൻ തൻ്റെ അശ്രദ്ധയെ സ്വയം ശപിച്ചുപോയി. പെട്ടെന്നാണ് അവൾ മീരയെ ശ്രദ്ധിച്ചത്. പേടി കാരണം അവൾ കണ്ണുകൾ ഇറുക്കിയടിച്ച് അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അവളുടെ നെഞ്ചിടിപ്പിൻ്റെ താളം അവൻ തൊട്ടറിയാൻ കഴിഞ്ഞിരുന്നു. അവളുടെ മുടിയിഴകളിൽ നിന്നുള്ള നേർത്ത സുഗന്ധം അവൻ്റെ ശ്വാസത്തിൽ പടർന്നുപോയി. ആ നിമിഷത്തിൻ്റെ ആയവും അവനെ ഒന്ന് അസ്വസ്ഥനാക്കി. ആ ചിന്തകളിൽ നിന്ന് മുക്തി നേടുന്നോണം അവൻ അവളെ പൗരുഷമായൊന്ന് തള്ളി മാറ്റി. മീരയുടെ തല കാറിൻ്റെ സൈഡ് ചില്ലയിലേക്ക് ചെന്ന് ശക്തിയായി ഇടിച്ചു. നെറ്റിൽ വലിയൊരു മുഴ തന്നെ വന്നു. വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തോവി. നെറ്റി തടവിക്കൊണ്ട് നേരെ ഇരുന്ന അവളോട് അവൻ വീണ്ടും ദേഷ്യപ്പെട്ടു. നിന്റെ കൈക്ക് എല്ലില്ലേടി? അവൾ പതിയെ കണ്ണുകളോടെ ഉണ്ടെന്ന് തലയാട്ടി. എങ്കിൽ ആ സീറ്റ് ബെൽറ്റ് ഇടാ ആദ്യം, അവൻ ആജ്ഞാപിച്ചു. വിറക്കുന്ന കൈകൾ കൊണ്ട് മീര ആ സീറ്റ് ബെൽറ്റ് ഇടാൻ പ്രതികരിച്ചു. അവൾക്ക് കഴിഞ്ഞില്ല. ലോക്ക് ചെയ്യാൻ കഴിയാതെ അവൾ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ രുദ്രൻ വണ്ടി ഒന്ന് നിർത്തി. അവൻ അവളുടെ ശരീരത്തിന് കുറുകെ കൈകൾ നീട്ടി സീറ്റ് ബെൽറ്റ് വലിച്ചു. അവൻ്റെ ചൂടുള്ള ശ്വാസം കഴുത്തിൽ തട്ടിയപ്പോൾ മീരയുടെ ശരീരം അറിയാതെ ഒന്ന് വിറച്ചുപോയി. ആ നിമിഷം രുദ്രൻ്റെ മനസ്സിലെ പകയും സങ്കടവും ഒരുമിച്ച് ഇരച്ചു കയറി. എല്ലാ ന്യായങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അവൻ അവളുടെ കഴുത്തിൽ ബലമായി പിടിച്ചു. തൻ്റെ ചുണ്ടുകൾ അവളുടെ പഴയ ചുണ്ടുകളോട് ചേർത്തു നിന്നു. മീരക്ക് ശബ്ദം പോലും പുറത്തു വന്നില്ല. ശ്വാസമെടുക്കാൻ പോലും അവൾ മറന്നുപോയി. അവൻ്റെ വലതു കൈ അവളുടെ ശരീരത്തിൽ താഴേക്ക് നീങ്ങി അരക്കെട്ടിൽ ചേർത്ത് വെച്ചു. മാത്രമാണ് അവൾക്ക് ബോധം വീണത്. സർവ ശക്തിയുമെടുത്ത് അവൾ അവനെ തള്ളി മാറ്റി. ചി! അവളുടെ ശബ്ദം കാറിനുള്ളിൽ മുഴങ്ങി. എങ്ങനെ നിങ്ങൾക്കിതെല്ലാം ചെയ്യാൻ കഴിയുന്നു? അതും ഇത്ര പെട്ടെന്ന്. എൻ്റെ ചേച്ചി ഓടിപ്പോയത് തെറ്റായിരിക്കാം, അവളുടെ പ്രണയം തെറ്റായിരിക്കാം. പക്ഷെ നിങ്ങൾ അവളെ ആത്മാർത്ഥമായിട്ടല്ലേ സ്നേഹിച്ചത്? അവളോടുള്ള പ്രതികാരം തീർക്കാൻ എന്നെ വിവാഹം കഴിച്ചു. നിങ്ങളുടെ വീട്ടിലെ ഒരു വേലക്കാരിയായി ജീവിക്കാനും ഞാൻ തയ്യാറാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ തൊടുന്നത്? അവളുടെ ചോദ്യങ്ങൾ അവൻ്റെ നെഞ്ചിൽ ചുട്ടുപഴുത്ത ഈയം പോലെ ചെന്നു വീണത്. രുദ്രൻ്റെ മുഖത്ത് കോപം ഇരച്ചു കയറി. ചുവന്നു തൊടുത്ത കണ്ണുകളോടെ അവൻ്റെ കൈകൾ അവളുടെ മുഖത്തേക്ക് നീങ്ങി. കവിളിൽ ഒരു ശക്തമായ അടി പതിച്ചു. കണ്ണീർ അവളുടെ കവിളിലൂടെ ധാരധാരയായി താഴേക്കൊഴുകി. ഇത്രയധികം സംസാരിക്കാൻ നിനക്ക് യാതൊരു അവകാശവുമില്ല, കേട്ടോടി? അവൻ പല്ലുകൾ ഞെരിച്ചു. അവൻ്റെ ഭാവം കണ്ട് ഭയന്ന മീര സീറ്റിൻ്റെ അറ്റത്തേക്ക് ഒതുങ്ങിയിരുന്നു. താൻ പറഞ്ഞു പോയ വാക്കുകളെടുത്ത് അവൾ ഭയത്തോടെ വിറച്ചുകൊണ്ട് അവനെ നോക്കി. അവൻ അവളുടെ അടുത്തേക്ക് വന്നതും വീണ്ടും നീങ്ങിയിരുന്നു. വിരൽ ചൂണ്ടി താക്കീതോടുകൂടി അവളോട് സംസാരിച്ചു. നീ ഞാൻ താലി കെട്ടിയ പെണ്ണാണ് മീര. നിന്നെ എപ്പോൾ തൊടാനും എന്തും ചെയ്യാനും എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. മനസ്സിലായോ നിനക്ക്? ഇനി നീ സംസാരിക്കുമ്പോൾ പൊന്നുമോൾ ഇതെല്ലാം ഒന്ന് ഓർക്കുന്നത് നന്ന്. കാർ വീണ്ടും ഇരുട്ടിലേക്ക് കുതിച്ചു. പക്ഷേ മീരയുടെ മനസ്സിൽ ഭയത്തിൻ്റെയും അപമാനത്തിൻ്റെയും കനലുകൾ എരിഞ്ഞു തുടങ്ങിയിരുന്നു.